ഗുഡ് മോർണിംഗ്. മറ്റൊരു വാർത്താ ദിനം കൂടി ആരംഭിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഏപ്രിൽ 17-ാം തീയതിയാണ്, ബുധനാഴ്ച, മലയാള മാസം മേടം 4. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്ന 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. മറ്റന്നാളാണ് ഇവിടെ വിധിയെഴുത്ത്. കൊട്ടിക്കലാശം ശക്തി പ്രകടനത്തിന്റെ വേദിയാക്കാനാകും പാർട്ടികൾ ഇന്ന് ശ്രമിക്കുക. വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രചാരണ കാഴ്ചകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്നലെ രാത്രിയാണ് തൃശൂർ പൂരം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ പുതിയ സർക്കുലർ ഇറങ്ങിയെന്ന വാർത്ത വന്നത്. ആനകളെ പരിശോധിക്കാൻ വനംവകുപ്പിന്റെ വിദഗ്ധ സംഘം എത്തുന്നു എന്നാണ് ആ വാർത്ത. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി കായിക രംഗത്ത് വന്നു കഴിഞ്ഞാൽ IPL-ൽ ഇന്നലെ രാത്രി മറ്റൊരു ത്രസിപ്പിക്കുന്ന മത്സരം നമ്മൾ കണ്ടു. അവസാന പന്തിൽ കൊൽക്കത്ത ഉയർത്തി 224 എന്ന വൻ ലക്ഷ്യം രാജസ്ഥാൻ റോയൽസ് അവസാന പന്തിൽ മറികടക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും റോയൽസ് ഞെട്ടിച്ചു കളയുന്നു. ഇതുൾപ്പെടെ 100 വാർത്തകളിലേക്കാണ് ആദ്യം 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 102 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുക. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ ജനവിധി എഴുതും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനങ്ങൾ. രാഹുൽ ഗാന്ധി ഇന്ന് മണ്ഡ്യയിലും കോലാറിലും പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഗർത്തലയിലും അസമിലെ നൽബാഡിയിലും റാലികളിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ സഹാരൻപൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 നാൾ. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. LDF ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. സംസ്ഥാനത്തെ 8 ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ എത്തും. കോട്ടപ്പറമ്പിൽ നടക്കുന്ന LDF റാലിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്കായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലെ യോഗത്തിൽ എത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉമാ തോമസ് MLA-യും മണ്ഡലത്തിൽ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. റഹീമിനെ മോചിപ്പിക്കണമെന്ന അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇരു കക്ഷികളുടെയും വാദം കോടതി കേൾക്കും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തുടരുന്നതിനിടെ ഡൽഹിയിൽ സർക്കാർ ലഫ്റ്റനന്റ് ഗവർണർ പോര് മുറുകുന്നു. ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നം സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിന് തുറന്ന കത്തുമായി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് VK സക്സേന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഡൽഹി മന്ത്രി അതിഷി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMR-ലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയേക്കും. CMR-ലെ ഫിനാൻസ് വിഭാഗത്തിലെയും IT വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പിന് കൂടുതൽ നിബന്ധനകൾ. ആനകളെ നിരീക്ഷിക്കാൻ RRT വെറ്ററിനറി സംഘങ്ങൾ വേണമെന്ന് വനംവകുപ്പിന്റെ ഉത്തരവ്. 10 പേർ വീതമുള്ള 8 RRT സംഘങ്ങൾക്ക് ചുമതല. 5 ജില്ലകളിൽ നിന്നുള്ള വെറ്ററിനറി സർജന്മാരും സംഘത്തിൽ. പൂരത്തിന് ഒരുങ്ങി തൃശൂർ. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7 മണിക്ക്. ഇരു വിഭാഗങ്ങളുടെയും ആനച്ചമയ പ്രദർശനത്തിന് തുടക്കമാകും. സസ്പെൻസ് വെടിക്കെട്ട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്നതിനോടൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ വേനൽ മഴ ലഭിക്കാൻ സാധ്യത. നാളെയും മറ്റന്നാളും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ദുരിതം വിതച്ച് ഗൾഫിൽ കനത്ത മഴ. UAE-യിലെ വിവിധയിടങ്ങളിൽ വെള്ളത്തിനടിയിൽ. UAE-യിൽ ഇന്നും റെഡ് അലർട്ട്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. ഒമാനിലും കനത്ത നാശം. അന്തരിച്ച സംഗീതജ്ഞൻ KG ജയന്റെ സംസ്കാരം ഇന്ന്. ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാരം വൈകിട്ട് 5:30 തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ. മൃതദേഹം വസതിയിലെ കർമ്മങ്ങൾക്ക് ശേഷം ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവല്ല നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും മാലിന്യം വലിച്ചെറിയുന്നത് പതിവാകുന്നു. വേനൽമഴ കൂടിയായാൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. തിരുവനന്തപുരം വാമനപുരം നദി വറ്റിവരണ്ടതോടെ പമ്പ് ഹൗസുകളുടെ പ്രവർത്തനം നിലച്ചു. വർക്കല, ആറ്റിങ്ങൽ സബ് ഡിവിഷനുകളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം.
വിശ്വസംവാദ കേന്ദ്രം ഏർപ്പെടുത്തുന്ന പ്രൊഫസർ MP മന്മഥൻ മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള റിപ്പോർട്ടുകൾ, ഫീച്ചർ എന്നിവയാണ് പരിഗണിക്കുക. എറണാകുളം ജില്ലയിൽ നിന്നുള്ള അച്ചടി ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് അപേക്ഷിക്കാം. 2023 മെയ് മുതൽ 2024 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ ഫീച്ചർ എന്നിവയുടെ 2 പകർപ്പുകൾ മെയ് 5-നുള്ളിൽ kerala.vsk@gmail.com എന്ന ഇമെയിലിൽ അയക്കണം. തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ കാണ നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത 35 ലോഡ് മണ്ണും 3 ലോഡ് കരിങ്കല്ലും മോഷണം പോയതിൽ പ്രതിഷേധിച്ച് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രാമന്തളി പഞ്ചായത്തിലെ കുന്നത്തൊരു എട്ടിക്കുളം റോഡ് തകർച്ചയുടെ വക്കിൽ. 13 കിലോമീറ്റർ റോഡിലെ ടാറിംഗ് പൂർണ്ണമായി തകർന്ന നിലയിൽ. ജൽജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നത് 130 കോടി രൂപ ചെലവിൽ. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നു. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ലഭിക്കുന്നത് നേരിയ വേനൽ മഴ മാത്രം. നിലവിൽ ഇനി അണക്കെട്ടിലുള്ളത് 69 ദിവസത്തേക്കുള്ള വെള്ളം മാത്രം. ഓസ്ട്രേലിയയിലെത്തിയ മലങ്കര ഓർത്തഡോക്സ് സഭ ചെന്നൈ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പിലാക്സിനോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ഗോൾഡ് കോസ്റ്റിൽ ഊഷ്മള വരവേൽപ്പ്. ഇടവക മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി രാജ്യം സന്ദർശിക്കുന്ന തിരുമേനിയെ ഗോൾഡ് കോസ്റ്റ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരി ഫാദർ ഷിനോ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ടാലന്റ് ഡേ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മെത്രാപ്പൊലീത്ത വിതരണം ചെയ്തു. ഡോക്ടർ BR അംബേദ്കറുടെ 133-ാം ജന്മദിനത്തോടനുബന്ധിച്ച് KPMS മാള യൂണിയൻ ഓഫീസിൽ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന യോഗം KPMS യൂണിയൻ പ്രസിഡന്റ് KC സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷനായി. തൃശൂർ പെരിങ്ങോട്ടുകര നന്മ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 12ാമത് സാംസ്കാരികോത്സവം നടന്നു. താന്ത്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നടൻ ഇന്നസെന്റിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് KK വിഷ്ണു ഭാരതീയ സ്വാമി വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലെ ഡെങ്കി ഹോട്ട്സ്പോട്ട് മേഖലകളിൽ പരിശോധന തുടങ്ങി ഹെൽത്ത് സ്ക്വാഡ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് എന്നിവരടങ്ങിയതാണ് ഹെൽത്ത് സ്ക്വാഡ്. തിരുവനന്തപുരം പൊന്മുടിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. മൊട്ടക്കുന്നുകളാണ് പൊന്മുടിയുടെ പ്രധാന ആകർഷണം. തൃശൂർ ആലപ്പാട് ഇരട്ടപ്പാലം കനാൽ റോഡ് പരിസരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. മേഖലയിൽ ചാളൂർ പഞ്ചായത്തിന്റെ കുടിവെള്ളം എത്തുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമെന്ന് പരാതി. സാഫല്യം റോഡ് പരിസരവാസികളായ കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. വേനൽ ചുഴലിൽ കരിഞ്ഞുടങ്ങി കർഷക പ്രതീക്ഷകളും. കൊടും വേനലിൽ നിലംപതിച്ചത് 800ഓളം വാഴകൾ. കോഴിക്കോട് പെരുവയൽ മനയ്ക്കൽ രമേശിന്റെ വാഴ കൃഷിയാണ് നശിച്ചത്. മാലിന്യത്താൽ നിറഞ്ഞ് വർക്കല പാപനാശം കടപ്പുറം. മാലിന്യം കലരുന്നത് തടയാൻ നടപടിയില്ലെന്ന പരാതിയുമായി നാട്ടുകാർ. റിസോർട്ടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ആണ് മാലിന്യം തള്ളൽ വ്യാപിക്കുന്നതെന്നും പരാതി. കാസർഗോഡ് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം തുടരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിലെ 40 ഏക്കറിലെ നെൽക്കൊയ്ത്ത് പ്രതിസന്ധിയിൽ. പെരുമ്പയിൽ പാടത്ത് വെള്ളം കയറിയതോടെ വായ്പയെടുത്ത കൃഷിയിറക്കിയവരും പ്രതിസന്ധിയിലായി. സംഭരിക്കാൻ കഴിയാതെ 80 ഏക്കറിലെ നെല്ല്. മഴയും പോളയും ചതിച്ചതോടെ തിരുവാർപ്പ് തിരുവായിക്കരി പാടശേഖരത്തെ നെല്ല് സംഭരിക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകർ. തൃശൂർ പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ പാടത്ത് ഇടവിളയായി കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടത്തി. കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കൃഷി. കോഴിക്കോട് പനങ്ങാട് വയലിന് തീപിടിച്ചു. 25 ഏക്കറോളം വരുന്ന വയലിലാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു.
തൊടുപുഴ പാലാ റോഡിലെ നെല്ലാപ്പാറ ഇറക്കത്തിൽ അപകടക്കെണിയായി തുറന്നുകിടക്കുന്ന ഓട. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നുവെന്ന് പ്രദേശവാസികൾ. തിരുവനന്തപുരത്ത് ടിപ്പർ ലോറി ഉടമയെ മുൻ ഡ്രൈവറും സംഘവും ചേർന്ന് വെട്ടിപ്പരുക്കേൽപ്പിച്ചു. വെട്ടറ്റത്ത് കാട്ടാക്കട സ്വദേശി ഉത്തമന്, പുന്നാവൂർ സ്വദേശി ശ്രീകുട്ടൻ കസ്റ്റഡിയിൽ. ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. വിദേശ വനിതയ്ക്കെതിരെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരാതി നൽകി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. വിളയിൽക്കുളം സ്വദേശി ശ്യാംലാലിന്റെ വീട്ടിലാണ് കവർച്ച. അന്വേഷണം തുടങ്ങി പോലീസ്. വാഹനത്തിരക്കിൽ ശ്വാസം മുട്ടി കൊച്ചി ചെറായി ദേവസ്വം നട ജംഗ്ഷൻ. ബീച്ചുകളിലേക്ക് എത്തുന്ന വാഹനങ്ങളാണ് ഏറെയും. ഡ്രൈവേഴ്സ് തമ്മിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും നിത്യസംഭവമെന്ന് പരാതി. നെല്ല് നൽകിയതിന്റെ പണം ഇതുവരെയും ലഭിക്കാത്തതിനെ തുടർന്ന് പാലക്കാട്ടെ കർഷകർ പ്രതിസന്ധിയിൽ. കപ്പൂർ കൃഷിഭവൻ പരിധിയിലെ 300-ലധികം കർഷകർക്കാണ് പണം ലഭിക്കാനുള്ളത്. മലപ്പുറം തിരൂർ ചമ്രവട്ടത്തെ പുഴയോര സ്നേഹപാതയുടെ അവസ്ഥ പരിതാപകരം. കമ്പവലികളും ശുചിമുറികളും തകർന്ന നിലയിൽ. 2013-ൽ 3.5 കോടി ചെലവിട്ടായിരുന്നു നിർമ്മാണം. കനത്ത ചൂടിൽ വെന്തുരുകി പൊന്നാനി. ടൂറിസം മേഖലയ്ക്ക് വൻ തിരിച്ചടി. ബോട്ട് സർവീസ് മേഖല കനത്ത പ്രതിസന്ധിയിലേക്ക്. ബോട്ടിങ്ങിനായി വരുന്നവരുടെ എണ്ണവും കുറഞ്ഞു. വയനാട് പുൽപ്പള്ളിയിലും പരിസരത്തും ശുദ്ധജലക്ഷാമം രൂക്ഷം. കബനി പുഴയും വറ്റി. കബനി, മരക്കടവ്, കൊളവള്ളി ജലസേചന പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ചു. അണ്ടർ ന്യൂസിലേക്ക് തിരികെ ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വിവിധ PG, ഡിപ്ലോമ, UG പ്രോഗ്രാമുകളുടെ പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയുടെ ഈ വർഷത്തെ സമ്മർ സ്കൂൾ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ. കല, ശാസ്ത്രം, സാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും സംവാദങ്ങളും ഉണ്ടാകും. ഈ മാസം 23, 24 തീയതികളിൽ കൊല്ലം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്താനിരുന്ന ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ സിറ്റിംഗ് നേരത്തെയാക്കി. 20, 21 തീയതികളിലായിരിക്കും സിറ്റിംഗ്. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 26 വരെ അപേക്ഷ സമർപ്പിക്കാം. ചെറായി മുതൽ മുനമ്പം വരെയുള്ള ഭാഗങ്ങളിൽ ഇന്നും നാളെയും ശുദ്ധജല വിതരണം മുടങ്ങും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. തിരുവനന്തപുരം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. ജവഹർ നഗർ, വെള്ളയമ്പലം, കവടിയാർ, കുറവൻകോണം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള 2ാം ഘട്ട പരിശീലനം നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. പരിശീലനം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുൻപ് പരിശീലന ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. കണ്ണൂർ അഴിയൂർ അടിപ്പാതിക്ക് സമീപം റോഡിന്റെ വശങ്ങൾ ബലപ്പെടുത്തുന്നതിനാൽ ഗതാഗത നിയന്ത്രണം. മറ്റന്നാൾ വരെയാണ് നിയന്ത്രണം. ഇനി ദേശീയ വാർത്തകൾ. തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് നിർത്താനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം നശിപ്പിക്കാനും ശ്രമമെന്ന് ആരോപണം. കുടുംബ ഭരണവും അഴിമതിയും മാത്രമാണ് DMK-യിൽ ഉള്ളതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തമിഴ്നാടിന് വേണ്ടി DMK ഇത്രയും കാലം എന്താണ് ചെയ്തത് എന്നും ചോദ്യം. കൃഷ്ണഗിരിയിൽ NDA സ്ഥാനാർത്ഥി C. നരസിംഹന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. മധുര NDA സ്ഥാനാർത്ഥി ഹേമമാലിനിക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് MP രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണങ്ങളിൽ നിന്ന് 48 മണിക്കൂർ വിട്ടുനിൽക്കാനാണ് നിർദ്ദേശം. പരാമർശം ഹേമമാലിനിയുടെ വ്യക്തിത്വത്തിനും അന്തസ്സിനും കോട്ടം തട്ടുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് സച്ചിൻ പൈലറ്റ്. ജനങ്ങൾ കോൺഗ്രസിലും ഇന്ത്യൻ സഖ്യത്തിലും വിശ്വാസമർപ്പിക്കുന്നു. BJP-യേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും സച്ചിൻ പൈലറ്റ്. എല്ലാ മേഖലകളെയും നിയന്ത്രിക്കാനാകുന്ന തലത്തിലേക്ക് ഭാവിയിൽ AI സാങ്കേതിക വിദ്യ വികസിക്കുമെന്ന് ISRO മേധാവി S. സോമനാഥ്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ എല്ലാ മേഖലകളെയും
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റിമറിക്കും. സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ച് ബഹിരാകാശ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കേണ്ടത് അനിവാര്യമാണെന്നും എസ് സോമനാഥ്. മഹാരാഷ്ട്രയിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും BJP വിജയിക്കുമെന്ന് മനോജ് തിവാരി. പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ വികസനം മാത്രമാണ്. സംസ്ഥാനത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കി BJPക്കൊപ്പം നിൽക്കുമെന്നും മനോജ് തിവാരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഗുണ മണ്ഡലത്തിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ജനവിധി തേടും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ സഹരൻപൂരിൽ വൻ റോഡ് ഷോ സംഘടിപ്പിച്ച് യോഗി ആദിത്യനാഥ്. BJP വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് യോഗി ആദിത്യനാഥ്. BSPക്കെതിരെ ആരോപണങ്ങളുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. BJP നേതാക്കളുടെ ഉപദേശപ്രകാരമാണ് BSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BJP നേതാക്കളുമായി BSP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്നും അഖിലേഷ് യാദവ്. കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ രാജ്യത്തെ മാറ്റിമറിച്ചു. രാജ്യം വികസനത്തിന്റെ പാതയിലായെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണ ചെന്നൈയിലെ BJP സ്ഥാനാർത്ഥി തമിഴിസൈ സൗന്ദരരാജൻ. പ്രചാരണത്തിനായാണ് രാജ്നാഥ് സിംഗ് തമിഴ്നാട്ടിലെത്തിയത്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടയിടി തടയാൻ വികസിപ്പിച്ച കവച സംവിധാനം നടപ്പിലാക്കുന്നതിൽ കേന്ദ്രം സ്വീകരിച്ച നടപടികളെ അഭിനന്ദിച്ച് സുപ്രീം കോടതി. പൊതുതാൽപര്യ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതിയുടെ അഭിനന്ദനം. ഛത്തീസ്ഗഡിലെ കാങ്കറിൽ സുരക്ഷാസേനയും നക്സലുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ആന്ധ്രാപ്രദേശിലെ അനന്തപുരമുവിൽ വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 മരണം. ഇനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 19,000 കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടമായതായി UN റിപ്പോർട്ട്. 10,000 സ്ത്രീകൾ കൊല്ലപ്പെട്ടതായും കണക്കുകൾ. മഴക്കെടുതിയിൽ വലഞ്ഞ് അഫ്ഗാനിസ്ഥാൻ. 4 ദിവസത്തിനിടെ മരിച്ചത് 50 പേർ. 36 പേർക്ക് പരിക്കേറ്റു. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നശിച്ചു. പാകിസ്ഥാനിലെ പ്രധാന വിമാനത്താവളങ്ങൾക്ക് ഇന്ധനം വിതരണം ചെയ്യാതെ ഓയിൽ ടാങ്കർ ഉടമകളുടെ അസോസിയേഷൻ. റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ഗിൽജിത്ത്, ബൾസൺ പ്രദേശങ്ങളിലാണ് ഇന്ധന വിതരണം തടസ്സപ്പെട്ടത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് അസോസിയേഷൻ. 20 വർഷത്തോളം സിംഗപ്പൂർ ഭരിച്ച പ്രധാനമന്ത്രി ലീ സിയാങ് ലിയുങ് രാജി പ്രഖ്യാപിച്ചു. മെയ് 15 സ്ഥാനമൊഴിയുമെന്നാണ് പ്രഖ്യാപനം. പിൻഗാമിയായി ലോറൻസ് വോങ് അധികാരമേൽക്കും. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ചൈന. 11 ചൈനീസ് സൈനിക വിമാനങ്ങളും 8 നാവിക കപ്പലുകളും അതിർത്തിയിൽ എത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. ജപ്പാനിലെ കഗോഷിമയിൽ ഭൂചലനം. 5.9 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പുകളില്ല. പാകിസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു. മരണസംഖ്യ 50ആയി. മധ്യ പഞ്ചാബ് പ്രവിശ്യയിൽ ഇടിമിന്നലേറ്റ് 7 കുട്ടികൾ മരിച്ചു. ചൈനയ്ക്ക് ആശ്വാസം. 2024 വർഷത്തിന്റെ ആദ്യ പാദത്തിൽ GDP വളർച്ചയിൽ പ്രതീക്ഷിതത്തിലും അധികം നേട്ടമുണ്ടായി. കഴിഞ്ഞ വർഷം 5.2% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. സൗദിയിൽ ഗതാഗത നിയമലംഘന പിഴകൾക്ക് 50% ഇളവ്. വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരും. 6 മാസത്തിനുള്ളിൽ അടയ്ക്കാവുന്നവയ്ക്കാണ് ഇളവ് ലഭിക്കുക. ബിസിനസ് ന്യൂസ്. ടെസ്ല ഇന്ത്യയിലേക്ക് എന്ന് എത്തുമെന്ന് അടുത്ത ആഴ്ച അറിയാം. ഈ മാസം 22-ന് ടെസ്ല മേധാവി ഇലോൺ മസ്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. OnePlus മൊബൈലിന്റെ വിൽപ്പന നിർത്തുമെന്ന് മൊത്തക്കച്ചവടക്കാരുടെ മുന്നറിയിപ്പ്. ലാഭവിഹിതം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വിൽപ്പന നിർത്തിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കയിലെ വൻകിട ബാങ്കുകളിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് തുടരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദം സിറ്റി ബാങ്ക് പിരിച്ചുവിട്ടത് 2000 പേരെ.
ഈ വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.8%, IMF 2025-ൽ 6% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തും. അധിക വരുമാനത്തിന് പുതുതന്ത്രവുമായി ഇലോൺ മസ്ക്. പുതുതായി എക്സിൽ അക്കൗണ്ട് എടുക്കുന്നവരെയാണ് കമ്പനി വരുമാനത്തിനായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. എക്സിൽ അക്കൗണ്ട് തുടങ്ങുന്നവർ ചെറിയൊരു സംഖ്യ ഫീസായി നൽകേണ്ടി വരും. സ്പോർട്സ് ന്യൂസ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ചിത്രം ഇന്ന് തെളിയും. ക്വാർട്ടർ രണ്ടാം പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിനെയും ബയേൺ മ്യൂണിക് ആഴ്സണലിനെയും നേരിടും. മത്സരങ്ങൾ രാത്രി 12:30. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പാരീസ് ഒളിമ്പിക്സിന് ഇനി 100 നാൾ. ജൂലൈ 26-നാണ് വിശ്വകായിക മാമാങ്കത്തിന് തുടക്കമാവുക. ഒളിമ്പിയയിൽ നിന്നാണ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. IPL രാജസ്ഥാൻ റോയൽസിന് ത്രസിപ്പിക്കും ജയം. അവസാന പന്ത് വരെ നീണ്ട മത്സരത്തിൽ 2 വിക്കറ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചു. പുറത്താകാതെ 107 റൺസ് എടുത്ത ജോസ് ബട്ട്ലറാണ് രാജസ്ഥാന്റെ വിജയശില്പി. നോക്കാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. സിജു വിൽസൺ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ട്രെയിലർ പുറത്ത്. PG പ്രേംലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് സജീവ് പാടൂരാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ പ്രശംസിച്ച് നടൻ മോഹൻലാൽ ഭാര്യ ശുചിത്രക്കൊപ്പം സിനിമ കാണുന്ന ചിത്രവും അതോടൊപ്പം സ്വന്തം കൈപ്പിടയിൽ എഴുതിയ കുറിപ്പും പങ്കുവച്ച് മോഹൻലാൽ സിനിമ തന്നെയും പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോയെന്നും ചിത്രത്തിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ. ആടുജീവിതത്തിലൂടെ ശ്രദ്ധ നേടിയ ഗോകുൽ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. രചനാ സംവിധാനം വിനോദ് രാമൻ നായർ. പൃഥ്വിരാജ് ആണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചത്. അക്ഷയ് കുമാർ തെലുങ്കിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നു. വിഷ്ണു മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ആക്ഷൻ ചിത്രം കണ്ണപ്പയിലൂടെയാണ് അക്ഷയ് കുമാർ തെലുങ്കിൽ എത്തുന്നത്. പ്രഭാസ്, മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് സൂപ്പർ താരങ്ങൾ. വൈറൽ ട്രെൻഡ്സ്. അച്ഛനും മകളും തമ്മിലുള്ള കുട്ടിക്കളി വൈറലാകുന്നു. ജീപ്പ് കഴുകുന്ന അച്ഛന്റെ അടുത്ത് കുട്ടിക്കുറുമ്പുമായി എത്തുന്ന കൊച്ചുമിടുക്കിയെ കാണാം ഈ വീഡിയോയിൽ. കടുവ സിനിമയിലെ പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഗാനത്തെ ചുവടുവയ്ക്കുന്ന കൊച്ചുമിടുക്കി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നു. ഫാക്ട് ചെക്ക്. BJP IT സോഷ്യൽ മീഡിയ സെല്ലുകളുടെ ജില്ലാ സെക്രട്ടറി രാജേഷ് ബിജുവിനെ തമിഴ്നാട്ടിൽ DMK പ്രവർത്തകർ ആക്രമിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ്. 2023 ജൂലൈ 31 വീഡിയോയാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ജാർഖണ്ഡിൽ ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പ്രതി മദ്യപിച്ചിരുന്നതായി റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി പോലീസ്. പ്രതികളിൽ നിന്ന് 8 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് കണ്ടെടുത്തു. മുംബൈയിൽ കെട്ടിടത്തിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ ഭക്ഷ്യ വിഷബാധ. നാരായൺപൂർ ഗ്രാമത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഗുരുഗ്രാമിൽ ഫ്ലൈ ഓവറിൽ നിന്ന് 50 അടി താഴ്ചയിൽ കാർ ഡിവൈഡറിലിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിന് മുസ്ലിം ലീഗ് ഭാരവാഹിക്കെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. ഇറാന് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക. ഉപരോധം പ്രാബല്യത്തിൽ വന്നാൽ അത് ഇറാന്റെ എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിക്കും. പ്രത്യാക്രമണം ചർച്ച ചെയ്യാൻ ഇസ്രയേൽ വാർ ക്യാബിനറ്റ് 5ാം തവണയും ചേർന്നു.
100 ന്യൂസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.